നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചാണക്യന്റെ ഉപദേശങ്ങൾ വലിയ പ്രചോദനമാണ്. എന്ത് ലക്ഷ്യം നേടിയാലും ദൃഢനിശ്ചയവും സ്ഥിരതയും അനിവാര്യമാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. അദ്ദേഹം ഒരു സാധാരണ ബാലന് ഊർജവും ആത്മവിശ്വാസവും നൽകിക്കൊണ്ട് അവനെ ഒരു വലിയ നേതാവാക്കിയതിന്റെ കഥയാണിത്. ഒരു കാലത്ത് പുരാതന ഇന്ത്യയിൽ ജ്ഞാനിയും പണ്ഡിതനുമായ ചാണക്യൻ ജീവിച്ചിരുന്നു. മറ്റുള്ളവർക്ക് കഴിയാത്തപ്പോഴും ആളുകളുടെ കഴിവുകൾ കാണുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഒരു ദിവസം സാധാരണ ഒരു ബാലനായ ചന്ദ്രഗുപ്തനെ ചാണക്യൻ കണ്ടുമുട്ടി. എന്നിരുന്നാലും ചാണക്യന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ എന്തോ ഒന്ന് ആ ബാലനിൽ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കണ്ണുകളിൽ തീയായിരുന്നു. സാഹചര്യങ്ങളെ മറികടന്ന് ഉയരാനുള്ള ദൃഢനിശ്ചയം. ചാണക്യൻ ആ ബാലനെ ഒരു നല്ല നേതാവാക്കാനുള്ള പരിശീലനം നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ചാണക്യന്റെ രീതികൾ അത്ര എളുപ്പമായിരുന്നില്ല. അദ്ദേഹം ഒരു കർക്കശക്കാരനായിരുന്നു. എല്ലാ ദിവസവും ചന്ദ്രഗുപ്തന് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടി വന്നു. ആയോധന കലകൾ പരിശീലിക്കേണ്ടി വന്നു. പാഠങ്ങൾ വളരെ ദീർഘവും ക്ഷീണിപ്പിക്കുന്നതുമായതിനാൽ ആ കുട്ടി പലപ്പോഴും നിരുത്സാഹപ്പെട്ടു. സ്വതന്ത്രമായ ജീവിതം നയിക്കുന്ന തന്റെ സുഹൃത്തുക്കളെ നോക്കി തന്റെ ഈ കഠിനാധ്വാനം വിലപ്പെട്ടതാണോ എന്ന് ആ ബാലൻ എന്നും ചിന്തിക്കുമായിരുന്നു. ഒരു ദിവസം വളരെ കഠിനമായ ഒരു പരിശീലനത്തിന് ശേഷം ചന്ദ്രഗുപ്തൻ തന്റെ ഗുരുവിനെ സമീപിച്ചു പറഞ്ഞു, "ഗുരുവേ, എനിക്ക് തുടരാൻ കഴിയുമോ എന്നെനിക്കുറപ്പില്ല. ഈ പരിശീലനമെല്ലാം വളരെ കഠിനമാണ്. എനിക്ക് ഒരു പുരോഗതിയും ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഞാനിങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ അവിടെ സന്തോഷകരമായി ജീവിക്കുന്നു." ചാണക്യൻ ക്ഷമയോടെ കേട്ടു. തുടർന്ന് അദ്ദേഹം ചന്ദ്രഗുപ്തനെ അടുത്തുള്ള ഒരു കുശവന്റെ പണിപ്പുരയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു കുശവൻ ഒരു കളിമൺ പാത്രം ശ്രദ്ധാപൂർവം രൂപപ്പെടുത്തുകയായിരുന്നു. ഒരു നിമിഷം അവരാരും സംസാരിച്ചില്ല. കുശവന്റെ കൈകൾ ആ കളിമൺ പാത്രം സമൃദ്ധമായി രൂപപ്പെടുത്തുന്നത് അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അയാൾ ആ കളിമൺ പാത്രത്തിന്റെ അപൂർണതകൾ മിനുസപ്പെടുത്തുകയും അതിന്റെ ആകൃതി പരിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ കലം അതിന്റെ യാത്ര ആരംഭിച്ചത് ഈ കാണുന്ന മനോഹരമായ കഷ്ണത്തിൽ നിന്നാണെന്ന് നീ കരുതുന്നുണ്ടോ? ചാണക്യൻ ചോദിച്ചു. ചാണക്യൻ തുടർന്നു, "ഒരു കാലത്ത് ആകൃതിയില്ലാത്ത ഒരു കളിമണ്ണ് മാത്രമായിരുന്നു ഇത്. കുശവന്റെ കൈകൾ അതിനെ രൂപാന്തരപ്പെടുത്തി. അവൻ തിടുക്കം കൂട്ടുന്നില്ല, കൂടുതൽ സമയമെടുക്കുന്നു. പതുക്കെ അതിനെ രൂപപ്പെടുത്തുന്നു. അതിന്റെ ഉപരിതലം മിനുസപ്പെടുത്തുന്നു. അതിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നു. പരിചരണത്തിന്റെ ഓരോ നിമിഷവും അതിനെ പൂർണ്ണതയിലേക്ക് അടുപ്പിക്കുന്നു. നീ ആ കളിമണ്ണ് പോലെയാണ്. ഇപ്പോൾ നിനക്ക് രൂപമില്ലാത്തതും തയ്യാറാകാത്തതുമായി തോന്നാം. പക്ഷേ നീ ചെയ്യുന്ന ഓരോ ശ്രമവും ഓരോ പോരാട്ടവും ഓരോ പാഠവും നീ ആരായി തീരുന്നു എന്നതിന് രൂപവും ശക്തിയും നൽകുന്നു. ഇപ്പോഴുള്ള ഓരോ പ്രവർത്തനവും മന്ദഗതിയിലാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ക്ഷമയും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ നീ വിജയിക്കുക തന്നെ ചെയ്യും." ചന്ദ്രഗുപ്തൻ തന്റെ ഗുരു പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചു. ഫലങ്ങൾ ദൃശ്യമില്ലാതിരുന്നപ്പോഴും താൻ കഠിനാധ്വാനം ചെയ്യണമെന്നും തന്നിൽ തന്നെ വിശ്വസിക്കണമെന്നും അദ്ദേഹം മനസ്സിലാക്കി. തന്റെ സംശയങ്ങൾ നീക്കി പരിശീലനം തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ചന്ദ്രഗുപ്തന്റെ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി. അദ്ദേഹം ശക്തനും ബുദ്ധിമാനും കൂടുതൽ ആത്മവിശ്വാസമുള്ളവനുമായി. അദ്ദേഹത്തിന്റെ നേതൃത്വപരമായ കഴിവുകൾ മെച്ചപ്പെട്ടു. അദ്ദേഹം ജ്ഞാനത്തിനും ധൈര്യത്തിനും പേരുകേട്ടവനായി. യുവാവിന്റെ ഈ മാറ്റം കണ്ടപ്പോൾ ചാണക്യൻ സന്തോഷിച്ചു. കാലക്രമേണ ചന്ദ്രഗുപ്തൻ താൻ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്ന നേതാവായി മാറുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒടുവിൽ ചന്ദ്രഗുപ്തൻ അധികാരത്തിലെത്തി. ശക്തരായ നിരവധി ശത്രുക്കളെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ ചക്രവർത്തിയായി. അദ്ദേഹത്തിന്റെ വിജയം അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹത്തിന്റെയും ഗുരുവായ ചാണക്യന്റെ മാർഗനിർദ്ദേശത്തിന്റെയും ഫലമായിരുന്നു. ഈ കഥ നമ്മെ സ്ഥിരോത്സാഹത്തിന്റെയും ക്ഷമയുടെയും മൂല്യം പഠിപ്പിക്കുന്നു. കാലക്രമേണ സാവധാനം വളരുന്ന ഒരു വൃക്ഷം പോലെ വിജയം ഉടനടി വരുന്നില്ല. ഫലങ്ങൾ ദൃശ്യമല്ലെങ്കിൽ പോലും കഠിനാധ്വാനം ചെയ്യുക, സമയവും പരിശ്രമവും കൊണ്ട് വളർച്ച വരുമെന്ന് വിശ്വസിക്കുക എന്നതാണ് പ്രധാനം. ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം ഇന്നത്തെ നമ്മുടെ ശ്രമങ്ങൾ നാളത്തെ നിങ്ങളുടെ വിജയത്തെ രൂപപ്പെടുത്തും. ചാണക്യന്റെയും ചന്ദ്രഗുപ്തന്റെയും ഈ കഥ
സ്ഥിരോത്സാഹത്തിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും ശക്തിയുടെയും കാലാതീതമായ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ വിജയം ഒറ്റ രാത്രി കൊണ്ട് വരുന്നതല്ലെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഓരോ ശ്രമങ്ങളും അമിതമായി തോന്നുന്നതോ ഫലങ്ങളിൽ എത്തിച്ചേരാനാകാത്തതോ ആയ നിമിഷങ്ങളുണ്ടാകും. പക്ഷേ ആ നിമിഷങ്ങളിലാണ് സ്ഥിരോത്സാഹം ഏറ്റവും പ്രാധാന്യം. ലക്ഷ്യമില്ലാത്ത ഒരു മനുഷ്യൻ സമുദ്രത്തിൽ അലഞ്ഞു തിരിയുന്ന ഒരു കപ്പൽ പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക, അതാണ് വിജയത്തിലേക്കുള്ള ആദ്യപടി. ചെറിയ നിരന്തരമായ ശ്രമങ്ങൾ വലിയ നേട്ടങ്ങൾ നേടിത്തരുന്നു എന്നതിനാൽ ചെറിയ കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യുക. അറിവ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. അതിനാൽ തന്നെ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഈ പാഠങ്ങളെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ടു പോകുമ്പോൾ വിജയവും സന്തോഷവും നിങ്ങളെ തേടിയെത്തും.